ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? ഞാനിവിടെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സിമെട്രിക് മെട്രിക്സ് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമെട്രിക് മെട്രിക്സ് നമുക്ക് നേരത്തെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ സിമെട്രിക് മെട്രിക്സിന്റെ എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിച്ച് അതിന്റെ എയ്ഗൻ വെക്ടേഴ്സ് എഴുതി. ഇത് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എയ്ഗൻ വാല്യൂസ് ആണെങ്കിൽ അതിന്റെ എയ്ഗൻ വെക്ടേഴ്സ് ഓർത്തോഗണൽ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് വെക്ടേഴ്സ് കോളം ആയിട്ട് എഴുതുന്ന മെട്രിക്സ് എന്ത് മെട്രിക്സ് ആയിരിക്കും? ഞാൻ പറഞ്ഞു മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? സീറോ മൈനസ് വൺ സീറോ മൈനസ് വൺ മൈനസ് വൺ 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 സീറോ വൺ സീറോ എന്നുള്ള യൂണിറ്റ് മെട്രിക്സ്, യൂണിറ്റ് മെട്രിക്സ് അല്ല, സിമെട്രിക് മെട്രിക്സ്. ആ സിമെട്രിക് മെട്രിക്സിന്റെ എയ്ഗൻ വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. ലാംഡ ഈക്വൽ ടു 0യും ലാംഡ ഈക്വൽ ടു 1ഉം ലാംഡ ഈക്വൽ ടു 2ഉം. ലാംഡ ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അതുപോലെ ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് K2, ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടർ K3. ഇങ്ങനെ 3 എയ്ഗൻ വെക്ടേഴ്സ് നമ്മൾ എഴുതി. ഇത് സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് അതിന്റെ എയ്ഗൻ വെക്ടേഴ്സ് ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്നത് ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ നോം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊരു സെറ്റ് കിട്ടും. അപ്പോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഫോം ചെയ്തേക്കുന്ന, അതായത് K1 K2 K3 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എയ്ഗൻ വെക്ടേഴ്സ് എങ്കിൽ K1 ബൈ നോം ഓഫ് K1, K2 ബൈ നോം ഓഫ് K2, K3 ബൈ നോം ഓഫ് K3 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഈ മെട്രിക്സ് ഇത് എന്ത് മെട്രിക്സ് ആയിരിക്കും? മീൻസ് ഇത് 1 ബൈ റൂട്ട് 2, 0, 1 by root 2, minus 1 by root 3, 1 by root 3, 1 by root 3, 1 by root 6, 2 by root 6, minus 1 by root 6. ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സിമെട്രിക് മെട്രിക്സിന്റെ എയ്ഗൻ വെക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഞാൻ അവിടെ പറഞ്ഞപ്പോ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, എയ്ഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കിട്ടുന്ന വെക്ടേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പൊ അതിന്റെ നോം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതേസമയം എയ്ഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് അല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന വെക്ടേഴ്സ് ഓർത്തോഗണൽ ആവണമെന്നില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾക്ക് ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എന്താണ് ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്? എന്തിനുപയോഗിക്കുന്ന പ്രോസസ് ആണത്? അപ്പൊ നമുക്ക് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ വെക്ടേഴ്സ് ഉപയോഗിച്ച് ഓർത്തോഗണൽ വെക്ടേഴ്സ് ഫോം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറാണ് ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എയ്ഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് അല്ല എങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള എയ്ഗൻ വെക്ടേഴ്സ് ഡിസ്റ്റിങ്ക്ട് ആവണമെന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ കേസസിൽ ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ടാക്കുവാനായി നമ്മൾ കണ്ടുപിടിച്ച എയ്ഗൻ വെക്ടേഴ്സ് ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ് ഉപയോഗിച്ച് ഓർത്തോഗണൽ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതിന്റെ യൂണിറ്റ് വെക്ടർ വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഞാൻ അടുത്ത ഇതിലേക്ക് പോവാണേ. 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 -
അടുത്തത് ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. അതായത് നമ്മളുടെ സിമെട്രിക് മെട്രിക്സ് ഞാനിപ്പോൾ നിങ്ങളോട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനം തന്നെ. നമ്മുടെ സിമെട്രിക് മെട്രിക്സ് അതിന്റെ ഈഗൻ വാല്യൂസ് 0 1 -2. ഓക്കെ, ഞാൻ നേരത്തെ എഴുതിയപ്പോൾ 0 1 2 എന്നായിരുന്നു എഴുതുന്നത്. 0 1 2 അല്ല, 0 1 -2 ആണ്, എന്നാലേ ശരിയാവുള്ളൂ. അതാണ് എനിക്ക് അവിടെ സംശയം വന്നിരുന്നു. ഈഗൻ വാല്യൂസ് 0 1 -2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടേഴ്സ് K1 K2 K3 കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ ഇത് വെറുതെ ഞാൻ എഴുതിയേക്കുന്നത് പെട്ടെന്ന് കിട്ടുന്ന സാധനമൊന്നും അല്ല. നിങ്ങൾക്കറിയാം, ഈഗൻ വെക്ടർ കണ്ടുപിടിച്ച് ഇത്രയും സംഭവങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു 4 പേജിലും ചെയ്യാനുണ്ടാവും. പ്ലീസ് വെരിഫൈ എന്ന് പറഞ്ഞേക്കുന്ന നമ്പർ തീർന്നെങ്കിൽ ശരിയല്ലേ? അതായത് ആദ്യം ഈഗൻ വാല്യൂസ് 0 1 -2 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഓരോ ഈഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ വെരിഫൈ ചെയ്തിരുന്നു K1 K2 K3 ഓർത്തോഗണലാണ്. അപ്പൊ അതിന്റെ നോം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടർ മീൻസ് ഈ ഒരു വെക്ടർ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ അവിടെ എന്താ പറയുക വേറെ പേജിൽ ഞാൻ എഴുതി കാണിച്ചത് തന്നെ. അതിന്റെ വെക്ടേഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ K1 ബൈ നോം ഓഫ് K1 എടുത്തു കഴിയുമ്പോഴാണ് 1/√2 0 1/√2 എന്ന് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സും ആവശ്യം വരും എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതിന്റെ ഈഗൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ -9 -9 എന്ന് വന്നു. അതായത് ഈഗൻ വാല്യൂ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. -9 എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈഗൻ വെക്ടേഴ്സ് നമ്മൾ ഒരു പ്രൊസീജിയറിൽ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയത് K1 K2 K3. അപ്പൊ ഇവിടെ K1 K2 -9 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇവര് തമ്മിൽ ഓർത്തോഗണൽ ആവണമെന്നില്ല. K1 and K2 ആർ ഈഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദ റിപ്പീറ്റഡ് ഈഗൻ വാല്യൂ λ = -9. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തോഗണൽ ആവണമെന്നില്ല. പക്ഷെ K1 K3 ഓർത്തോഗണൽ ആയിരിക്കും, K2 K3 ഓർത്തോഗണൽ ആയിരിക്കും. സിറ്റുവേഷൻ ക്ലിയർ ആണല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ് ഉപയോഗിച്ചിട്ട് K1 K2 ഒരു ഓർത്തോഗണൽ സെറ്റ് ആയിട്ട് മാറ്റണം. അതിനുള്ള ഫോർമുല 2 വെക്ടേഴ്സ് മാത്രം വരുന്നത്, 2 സെറ്റ് മാത്രം ഉള്ളതാകുമ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി എന്ന് ഡയറക്റ്റ് പറഞ്ഞേക്കാണ്. അപ്പോൾ V1 എന്ന് പറയുന്ന K1 ആയിട്ട് തന്നെ എടുക്കുക. V2 എന്ന് പറയുന്നതിനെ K2 മൈനസ് K2 ഡോട്ട് V1 ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1. ഇത് ആ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പൊ അത് ഉപയോഗിച്ച് V1 V2 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾക്ക് വേണ്ട ഓർത്തോഗണൽ സെറ്റുകൾ ഏതായിരിക്കും? V1 V2 K3. ഇനി ഇതിനെ നോർമലൈസ് ചെയ്ത്, അതായത് അതിന്റെ നോം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓർത്തോഗണൽ സെറ്റ് കിട്ടും. മീൻസ് ഏതായിരിക്കും അപ്പൊ ഓർത്തോഗണൽ സെറ്റ്? ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത് എനിക്ക് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യം ഇതാണ്. ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡെഫിനീഷൻ പറഞ്ഞു. ഓർത്തോഗണൽ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ഉപയോഗിച്ച് ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അടുത്ത ഇത് എന്താ പറയാ, ഡയഗണലൈസേഷൻ ആണ്. ഡയഗണലൈസേഷൻ പറയുമ്പോൾ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ ഡയഗണലൈസേഷൻ എന്താണ് ഇതിന്റെ പ്രോസസ്സ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ഡയഗണലൈസേഷൻ നോട്ട് ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് വരാം. നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് എ തരികയാണെങ്കിൽ അതിനെ സർട്ടൻ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അതാണ് ഡയഗണലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെറുതെ ചുമ്മാ എഴുതുന്നതല്ല, ആ ഒരു ചേഞ്ച്, അതായത് എന്താ പറയുക, ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ചേഞ്ച് വരുത്തി അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എഴുതുന്നതാണ്.
അങ്ങനെ ഒരു മെട്രിക്സ്, ഇപ്പോൾ നമ്മൾ ഇതാണ് ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത്. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്നു. എനെ ഡയഗണലൈസബിൾ എന്ന് പറയണമെങ്കിൽ ഇഫ് there exists a non-singular matrix P such that P inverse A into P equal to D, where D is a diagonal matrix. ഒന്നുകൂടെ ഞാൻ പറയണോ? Let A be a square matrix. A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. A be a square matrix. It is said to be diagonalizable. Said to be diagonalizable if there exists a non-singular matrix P such that P inverse A P equal to a diagonal matrix. ഇതാണ് ഡെഫിനേഷൻ. എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിനെ ഡയഗണലൈസബിൾ എന്ന് പറയണമെങ്കിൽ ഇഫ് there exists a square matrix, if there exists a non-singular matrix P such that P inverse AP equal to a diagonal matrix. Definition clear ആണോ? അപ്പോ ഈ നമ്മളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതിനെ ഡയഗണലൈസ്, അപ്പൊ ഈ പി എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ വിളിക്കും P is said to be the matrix that diagonalizes the given matrix. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് ആണ് P എന്ന് നമ്മൾ പറയും. അപ്പൊ ഡയഗണലൈസിങ് മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നായിരിക്കും നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ആ ഡയഗണലൈസിങ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഡയഗണൽ മെട്രിക്സും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എയ്ഗൻ വാല്യൂസും എയ്ഗൻ വെക്ടേഴ്സും ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ അവിടെ വരുന്ന റിസൾട്ട് ഇതാണ്. ഒരു സ്ക്വയർ മെട്രിക്സ് എ, അത് ഡയഗണലൈസബിൾ ആവുന്നത് ഇഫ് റിസൾട്ട് the matrix A is diagonalizable if and only if, നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം ഇതുപോലെ ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് P എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് ആയിട്ട് പറയുകയാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് it has A has n linearly independent eigenvectors. ഇതാണ് റിസൾട്ട് വരുന്നത്. നമുക്കിപ്പോൾ റിസൾട്ടിലേക്കൊന്നും പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതായത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആവാനായിട്ടുള്ള ഡെഫിനീഷൻ പറഞ്ഞു, അതിനു വേണ്ടിയുള്ള കണ്ടീഷനും പറഞ്ഞു. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് എ എന്ന് പറയുന്ന ഏസ് ഓഫ് ഓർഡർ n തന്നെയാണ്. ഓർഡർ n ആണെങ്കിലാണ് n ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓർഡർ n ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് തരികയാണെങ്കിൽ അത് ഡയഗണലൈസബിൾ ആവാനായിട്ടുള്ള കണ്ടീഷൻ അതിന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള n എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ഞാൻ പറഞ്ഞ സെന്റൻസ് മനസ്സിലായോ? എന്താണ് ഞാൻ പറഞ്ഞ സെന്റൻസ് എന്ന്? നമ്മൾക്ക് ഒരു മെട്രിക്സ് എ തരികയാണെങ്കിൽ അതിന്റെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ അറിയാം.
ഡിസ്റ്റിങ്ക്ട് എയ്ഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എയ്ഗൻ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതും നമ്മൾ റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഇത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എ എന്ന് പറയുന്നതിന് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി പറയുന്ന കാര്യമാണ്. തന്നിരിക്കുന്ന മെട്രിക്സ് എ, ഇഫ് എ ഈസ് എ മെട്രിക്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് eigenvalues are distinct എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ളതാണെങ്കിൽ then it should be diagonalizable. കാരണം ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എയ്ഗൻ വാല്യൂസ് ആണെങ്കിൽ ഓരോ എയ്ഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ കിട്ടുന്ന എയ്ഗൻ വാല്യൂസ് ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് വന്നാൽ എയ്ഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. അങ്ങനെയുള്ള കേസസിലും ഒരു പക്ഷേ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാം, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾക്ക് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഞാൻ പറയാണ് ഇവിടെ ഒരു മെട്രിക്സ് തന്നേക്കാണ്, ഒരു മെട്രിക്സ് ഞാൻ ഇവിടെ എഴുതിയേക്കാണ്. മെട്രിക്സ് പറഞ്ഞേക്കുന്നത് 1 2 1 6 -1 0 -13 1 6 -1 0 -1 -2 -1. ഞാൻ വെറുതെ ഒരു ടെക്സ്റ്റിന് വെറുതെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ട് ഇത് ഡയഗണലൈസബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ എന്ന് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതിന്റെ എയ്ഗൻ വാല്യൂസ് ഞാൻ ചെയ്യുന്നില്ല, ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ലാംഡ ഈക്വൽ ടു 0 3 -4 ആണ്. 0 3 -4 ആണ്. ടീച്ചറെ അത് നോക്കാം. ഇതാ 0 3 -4 ആണ് നമുക്ക് കിട്ടുന്ന ഈഗൻ വാല്യൂസ്. നിങ്ങളുടെ കൺക്ലൂഷൻ എന്തായിരിക്കും? ഇത് ഡയഗണലൈസബിൾ ആണോ? എയ്ഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഇത് ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ, ലെറ്റ് എ ഈക്വൽ ടു ഇങ്ങനെ തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് ഈസ് ദിസ് മെട്രിക്സ് അല്ലെങ്കിൽ ഈസ് എ ഡയഗണലൈസബിൾ. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഈ എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും, യെസ് ദ മെട്രിക്സ് ഈസ് ഡയഗണലൈസബിൾ ബിക്കോസ് ഇറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് എയ്ഗൻ വാല്യൂസ്. സോ വി ക്യാൻ ഒബ്റ്റെയിൻ distinct eigenvectors, distinct എന്നല്ല, we can obtain linearly independent eigenvectors corresponding to distinct eigenvalues. Clear ആണോ? ഓക്കെ, അപ്പോ ഇത് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ഇത്രയുമാണ് ചോദിച്ചേക്കുന്നത്, ഈസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ എന്ന് മാത്രമാണെങ്കിൽ ആൻസർ യെസ്. അതിന്റെ റീസൺ ഞാനിപ്പോ പറഞ്ഞു, അത് വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അതിന്റെ കൂടെ നമ്മളോട് ചോദിക്കുകയാണ്, ഇനി ഇതിന്റെ കൂടെ നമ്മളോട് ചോദിക്കാവുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളോട് ചോദിക്കാവുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് ഡയഗണലൈസബിൾ ആണെങ്കിൽ ഇതിനെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് പി കണ്ടുപിടിക്കുക. ഇഫ്, അപ്പോൾ അതിന്റെ കൂടെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാണ്, ഇഫ് ഇറ്റ് ഈസ് diagonalizable
ഫൈൻഡ് ദ മെട്രിക്സ് പി. പി എന്ന് പറയണം നിർബന്ധമില്ല, ഞാനിപ്പോൾ അത് എഴുതുകയാണ്. പി ദാറ്റ് ഡയഗണലൈസ് എ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? എ തന്നിരുന്നു, നമ്മളോട് ആദ്യമേ ചോദിച്ചു ക്വസ്റ്റ്യൻ ഈസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ. നമ്മളത് കണ്ടുപിടിച്ചു, യെസ് എന്ന് കണ്ടുപിടിച്ചു. ചുമ്മാ പെട്ടെന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. എന്താ നമ്മൾ ചെയ്തേ? ഡയഗണലൈസബിൾ നമ്മൾ അതിന്റെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു. ഏഗൻ വാല്യൂസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഏഗൻ വാല്യൂസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? യെസ്, ദ ഏഗൻ വാല്യൂസ് ആർ ഡിസ്റ്റിങ്ക്ട്, സോ വി ക്യാൻ ഒബ്റ്റെയിൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഏഗൻ വെക്ടേഴ്സ്, സോ ദ മെട്രിക്സ് ഈസ് ഡയഗണലൈസബിൾ. ഓക്കെ ആണല്ലോ? അപ്പൊ വീണ്ടും, ഇഫ് ഇറ്റ് ഈസ് ഡയഗണലൈസബിൾ ഫൈൻഡ് ദ മെട്രിക്സ് പി ദാറ്റ് ഡയഗണലൈസ് എ. അപ്പൊ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ്, പി കണ്ടുപിടിക്കണം. പി കണ്ടുപിടിക്കാനായിട്ട് തിയറത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് പ്രോബ്ലം ഉപയോഗിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് പി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക മതി. പി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ലാംഡ ഈക്വൽ ടു 0, 3, 4 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടേഴ്സ് K1ഉം K2ഉം K3 ആണെങ്കിൽ പി എന്ന് പറയുന്ന മെട്രിക്സ് ഏതെടുത്താൽ മതി? K1, K2, K3 കോളം വെക്ടേഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് പി എടുത്താൽ മതി. പറഞ്ഞ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യണോ? പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ്. അപ്പൊ നിങ്ങളത് നോട്ട്ബുക്കിൽ വേണമെങ്കിൽ കുറിച്ച് വെച്ചോളുക. ഡയഗണലൈസബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്ന ആൻസർ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും, നമുക്ക് കിട്ടുന്ന ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് അല്ല എങ്കിൽ നോ എന്ന് പറഞ്ഞേക്കരുത്. അത് നമുക്ക് വീണ്ടും ചെയ്ത് നോക്കേണ്ടി വരും. ഡിസ്റ്റിങ്ക്ട് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ യെസ് എന്ന് പറയാം. ഇനി ഡയഗണലൈസ് ചെയ്ത മെട്രിക്സ്, അതായത് ഡയഗണലൈസബിൾ ആണെങ്കിൽ ഡി ഈക്വൽ ടു ഒരു ഡയഗണൽ മെട്രിക്സ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി, ഇങ്ങനെ വരുന്ന പി ഇൻവേഴ്സ് എ പി എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് പി വേണം. ആ മെട്രിക്സിനെയാണ് ഡയഗണലൈസിങ് മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ മെട്രിക്സ് പി എന്തായിരിക്കുമെന്നാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓരോ ഏഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ആ ഏഗൻ വെക്ടേഴ്സ് കോളം വെക്ടേഴ്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ മെട്രിക്സ് അതായിരിക്കും എന്ത്? ഡയഗണലൈസിങ് നോൺ സിംഗുലാർ മെട്രിക്സ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഞാനപ്പോ ഒന്നുകൂടെ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഏഗൻ വെക്ടേഴ്സ് എനിക്ക് കിട്ടിയിരിക്കുന്നത് eigen vectors, the eigenvector corresponding to the eigenvector corresponding to lambda equal to 0 is, ഞാൻ K1 എന്ന നൊട്ടേഷൻ കൊടുക്കുന്നു, K1 equal to 1, 6 minus 13. അതുപോലെ ലാംഡ ഈക്വൽ ടു പിന്നെ വന്നിരുന്നത് 3 ആണ്. ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് K2 എന്ന് ഞാൻ എഴുതുകയാണ്. അത് നമുക്ക് കിട്ടാൻ പോകുന്നത് 2, 3 minus 2 ആണ്. ആൻഡ് ലാംഡ ഈക്വൽ ടു -4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് ഞാൻ K3 എന്ന് നൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടാൻ പോകുന്നത് -1, 2, 1 ആണ്. പെട്ടെന്ന് കിട്ടുന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊന്നുമില്ല, ഒരു 4 പേജിന്റെ പണി ചെയ്ത് കഴിയുമ്പോഴേ ഇത്രയും കിട്ടുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഏഗൻ വാല്യൂസും ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റൻ ആണ്, എസ്എ ക്വസ്റ്റിന്റെ കണ്ടന്റ് ഉണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാലേ ഇനിന്റെ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും.
ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞെന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദ ഡയഗണലൈസിംഗ് മെട്രിക്സ് P ഈക്വൽ ടു ഏതായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, 1 6 minus 13 2 3 minus 2 minus 1 2 1. ഈ പറഞ്ഞ സെന്റൻസ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ വീണ്ടും ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എ എന്നുള്ള മെട്രിക്സ് തന്നു. ഈസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ? യെസ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇത് ക്വസ്റ്റിന്റെ പോർഷൻ അല്ല. ക്വസ്റ്റിന്റെ പോർഷൻ ആയിട്ട് വന്നുള്ള കാര്യം എ എന്നുള്ള മെട്രിക്സ് തന്നു. ഈസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ? ഇഫ് ഇറ്റ് ഈസ് ഡയഗണലൈസബിൾ ഫൈൻഡ് ദ മെട്രിക്സ് പി ദാറ്റ് ഡയഗണലൈസ് എ. ഇത്രയും വരെ നമ്മൾ ചെയ്തു. ഓൾസോ ഫൈൻഡ് ദ ഡയഗണൽ റിസൾട്ടിംഗ് ഡയഗണൽ മെട്രിക്സും കൂടെ ഉണ്ടെങ്കിലോ അതെന്തായിരിക്കും എന്ന് അറിയാമോ? ഓൾസോ ഫൈൻഡ് ഡി, ഫൈൻഡ് ദി ഡയഗണൽ മെട്രിക്സ് ഡി, diagonal matrix D such that D equal to P inverse AP. ഇത്രയാണ് ഈ ക്വസ്റ്റിൻ്റെ അത് ചോദിക്കാവുന്നതേ. അതെന്തായിരിക്കും എന്ന് പറയാമോ? നിങ്ങൾ പഠിച്ചതല്ലേ? eigen values അല്ലേ? അതായത് ഇത് നമുക്ക് പി കിട്ടി. നിങ്ങൾ പി ഇൻവേഴ്സ് എ പി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന മെട്രിക്സ് എന്തായിരിക്കും എന്നറിയാമോ? ഡി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി. ഏതായിരിക്കും നമ്മുടെ eigen values? ആദ്യത്തെ eigen value ഏതായിരുന്നു? ലാംഡ 0 ആണ്. സോ 0 3 മൈനസ് 4 ഡയഗണൽ എലമെന്റ് ആയിട്ട് വരും. 0 3 minus 4. ഇതായിരിക്കും ആ മെട്രിക്സ്. 0 0 0 0 3 0 0 0 മൈനസ് 4. ഇതായിരിക്കും ആ മെട്രിക്സ് വരിക. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായോ? ഫസ്റ്റ് കോളം ഏത് eigen വെക്ടർ ആണോ കൊടുത്തിരിക്കുന്നത് ആ eigen വെക്ടറിന് ഇതേ 1 6 മൈനസ് 13 എന്നുള്ളത് ഇതൊരു eigen വെക്ടർ ആണ്. ഇത് ആരുടെ eigen വെക്ടർ ആയിരുന്നു? ലാംഡ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടർ ആയിരുന്നു. സോ ഈ പൊസിഷനിൽ ആ eigen വാല്യൂ കൊടുക്കുക. ഇത് ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ 3 കൊടുക്കുക. ഇത് ലാംഡ ഈക്വൽ ടു -4 ആയിരുന്നു. അപ്പൊ ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്ന പി ഇങ്ങനെയാണെങ്കിലോ, പി ഞാൻ ചൂസ് ചെയ്തത് 2 3 -2 -1 2 1 1 6 -13 എന്നാണ് ഞാൻ ചൂസ് ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടുന്ന ഡി എന്തായിരിക്കും എന്ന് പറയാമോ? ഇത് ഏത് eigen വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വാല്യൂനാണ്? ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആണ്. ഇത് -4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഇത് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സ് എന്തായിരിക്കും? 3 0 0 0 -4 0 0 0 0. മനസ്സിലാവുന്നോ? അപ്പോ നമ്മൾ ഏതാണോ പി എഴുതിയേക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ഡി എഴുതാനായിട്ട്. അപ്പോൾ രണ്ടുപേർക്ക് അടുത്തിരിക്കുന്നവർക്ക് ഒരേ ആൻസർ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം eigen വാല്യൂ ഇന്ന ഓർഡറിൽ എടുക്കണമെന്ന് ഒരു നിയമവും ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ?
മനസ്സിലായി സർ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതേണ്ട വരും, അതായത് ഇത് എന്തുമാത്രം ചെയ്യാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഞാനിപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയാൻ പോവാണ്. ഡയഗണലൈസ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. ഡയഗണലൈസ് -5 9 -6 10. Diagonalize this if possible. പോസിബിൾ ആണെങ്കിൽ ഡയഗണലൈസ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടേ? ഒരാൾ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ആദ്യമേ എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക. എയ്ഗൺ വാല്യൂസ് കിട്ടുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ we can say that the matrix is diagonalized. പിന്നെ എന്ത് ചെയ്യണം? എയ്ഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. എയ്ഗൺ വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഡയഗണലൈസ് ചെയ്യാൻ പോകുന്ന മെട്രിക്സ് പി കിട്ടും. അതിന്റെ ഇൻവേഴ്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട. ദെൻ ബൈ കൺസിഡറിങ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു നമ്മളുടെ ഡയഗണൽ മെട്രിക്സ് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളോട് പറയാം. ഇതും നേരത്തെ പറഞ്ഞ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഡയഗണലൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയഗണലൈസ് 1 2 1 6 -1 0 -1 -2 -1. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്ത് എന്തുമാത്രം കാര്യങ്ങൾ വരും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം മറക്കരുത്. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ആദ്യം എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക. എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ബൈ കൺസിഡറിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻസ് a - lambda equal to 0 ആൻഡ് ബൈ സോൾവിങ് ആണ്. അപ്പൊ അങ്ങനെ എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓരോ എയ്ഗൺ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് എയ്ഗൺ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ 3 എയ്ഗൺ വാല്യൂ വരുന്നുണ്ട്. 3 എയ്ഗൺ വെക്ടർ കണ്ടുപിടിക്കണം. അങ്ങനെ എയ്ഗൺ വെക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡയഗണലൈസ് ചെയ്യാനായിട്ടുള്ള മെട്രിക്സ് പി കിട്ടുള്ളൂ. അപ്പൊ ഡയഗണലൈസിങ് മെട്രിക്സ് പി എന്താന്ന് എഴുതണം. അത് കഴിഞ്ഞ് പി ഇൻവേഴ്സ് എ പി, അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണ്ട. therefore പി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ the diagonal matrix D equal to P inverse AP equal to എന്ന് പറഞ്ഞേച്ച് ആൻസർ ഡയറക്റ്റ് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അപ്പൊ ഇത് ചെയ്ത് നോക്കണം, എന്തുമാത്രം ചെയ്യാനുണ്ടെന്ന് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. പിന്നെ ഈ സെഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക. LU ഫാക്ടറൈസേഷന്റെ അടുത്ത ദിവസം പറയാം. നാളെ പറയണോ? നാളെ എങ്ങനെയാണ്? കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് റിവിഷൻ അല്ലേ? അപ്പൊ നമുക്ക് വർക്കിംഗ് ഡേ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നാളത്തെ ടൈം ഞാൻ പറയാം. അപ്പൊ നാളെ നമ്മൾ LU ഫാക്ടറൈസേഷൻ നോക്കാം. ഈ ഡയഗണലൈസേഷൻ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഡയഗണലൈസേഷന്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ തന്നിരിക്കുന്ന ഇല്ല, ഡയഗണലൈസേഷൻ വൈൻഡപ്പ് ചെയ്യാറായിട്ടില്ല. ഓർത്തോഗണൽ ഡയഗണലൈസേഷൻ വരുന്നുണ്ട്, അത് പറയണം. അപ്പൊ ഓർത്തോഗണൽ പറഞ്ഞോളൂ. എയ്ഗൺ വാല്യൂസ് സെയിം ആണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയൂ. എയ്ഗൺ വാല്യൂസ് സെയിം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോ എയ്ഗൺ വാല്യൂസ് സെയിം വന്നു. അതായത് ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? ലാംഡ 8 8 11 കിട്ടിയ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു 9 1 1 1 9 1 1 1 9 എന്നുള്ള ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്തല്ലായിരുന്നു എയ്ഗൺ വാല്യൂസ് സെയിം വന്നേ? അതെ. അവിടെ നമുക്ക് എയ്ഗൺ വാല്യൂ സെയിം വന്നപ്പോൾ ലാംഡ ഈക്വൽ ടു 8 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെയ്തു വന്നപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ്, അതായത് 2 വേരിയബിളിന് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? K2ന് 0 കൊടുത്തു, K3 കണ്ടുപിടിച്ചു. K3ക്ക് 0 കൊടുത്ത് K2 കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസാ.
അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയത് കൊണ്ട് അത് ഡയഗണലൈസബിൾ ആണ്. എല്ലായ്പ്പോഴും അങ്ങനെ പറ്റണമെന്ന് നിർബന്ധമില്ല. പറ്റില്ല എങ്കിൽ എന്തെന്ന് നമ്മൾ പറയേണ്ടി വരും? ഡയഗണലൈസബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ ഒരു പ്രശ്നവും ഡയഗണലൈസബിൾ ആണ്. ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ഏതാണെന്നും ഒക്കെ നമുക്ക് പറയാം. അതേസമയം ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് അല്ല കിട്ടുന്നതെങ്കിൽ ഏഗൻ വെക്ടർ കണ്ടുപിടിച്ച് നോക്കണം ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് കിട്ടുമോ ഇല്ലയോ എന്ന്. അതായത് നമ്മൾ അത് സോൾവ് ചെയ്ത് വരുമ്പോഴേ, നിങ്ങൾ അത് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് വേരിയബിളിന് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടിയത് കൊണ്ടല്ലേ നമുക്ക് രണ്ട് സൊല്യൂഷൻ എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരെണ്ണേ കിട്ടുള്ളൂ. രണ്ട് വേരിയബിളിന് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാമെന്ന് കൺക്ലൂഷൻ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിച്ചത്? ഡയഗണലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ട് വെക്ടേഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ കേസിലാണെങ്കിൽ ഡയഗണലൈസബിൾ ആണ്, കാരണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ട് വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. എല്ലായ്പ്പോഴും അങ്ങനെ സാധിക്കണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ അന്ന് നിങ്ങൾക്ക് തന്ന നോട്ട് ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് തന്നില്ലായിരുന്നു? അത് നിങ്ങളുടെ കൈവശമുണ്ടോ ഫിസിക്സുകാരോടാ? അതിന്റെ അകത്ത് ഞാൻ അതിന്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നോട്ട് ടെക്സ്റ്റ് നോക്കി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് നോക്കിക്കോളൂ അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കിലെ പ്രോബ്ലംസ് നോക്കുക. ഈ ഡയഗണലൈസിങ് സെഷനിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ റിവിഷൻ ക്ലാസ്സിൽ ചോദിക്കുക. നാളെ ഞാൻ ഓർത്തോഗണൽ ഡയഗണലൈസേഷനും LU ഫാക്ടറൈസേഷനും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ പറയണം നെക്സ്റ്റ് എന്താണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നാളെ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ്